ഓം നമഃശിവായ. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകട്ടെ. ശിവപുരാണപ്രകാരം ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മന്ത്രമാണ് നമഃശിവായ. ഈ മന്ത്രത്തിന്റെ ഉത്ഭവം, പ്രാധാന്യം, ജപിക്കേണ്ട രീതി എന്നിവ താഴെ വിവരിക്കുന്നു. 1. മന്ത്രത്തിന്റെ ഉത്ഭവം, ഓറിജിൻ. യജുർവേദത്തിലെ ശ്രീരുദ്രം എന്ന ഭാഗത്താണ് ഈ മന്ത്രം ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. ഇതിനെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടക്കുമ്പോൾ ഓംകാരത്തിൽ, പ്രണവത്തിൽ നിന്ന് ഈ 5 അക്ഷരങ്ങൾ ഉത്ഭവിച്ചു എന്നാണ് വിശ്വാസം. ന ഭൂമിയെ സൂചിപ്പിക്കുന്നു. മ ജലത്തെ സൂചിപ്പിക്കുന്നു. ഷി അഗ്നിയെ സൂചിപ്പിക്കുന്നു. വ വായുവിനെ സൂചിപ്പിക്കുന്നു. യ ആകാശത്തെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 5 മൂലകങ്ങളെ, പഞ്ചഭൂതങ്ങളെ ഈ മന്ത്രം പ്രതിനിധീകരിക്കുന്നു. 2. പ്രാധാന്യം, സിഗ്നിഫിക്കൻസ്, ആത്മവിശ്വാസം. ഈ മന്ത്രം ജപിക്കുന്നത് മനസ്സിലെ ഭയത്തെയും ഉത്കണ്ഠയെയും നീക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മനഃശാന്തി, പിരിമുറുക്കമുള്ള സമയങ്ങളിൽ ഇത് ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. പാപനാശം, ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ ഇല്ലാതാക്കാനും മോക്ഷം ലഭിക്കാനും ഈ മന്ത്രം ഉത്തമമാണെന്ന് ശിവപുരാണം പറയുന്നു. ഗ്രഹദോഷശാന്തി, ഗ്രഹദോഷങ്ങൾ മൂലമുള്ള തടസ്സങ്ങൾ മാറുന്നതിന് ശിവപഞ്ചാക്ഷരി ജപം അത്യുത്തമമാണ്. 3. ജപിക്കേണ്ട രീതി, ഹൗ ടു ചാന്റ്. മന്ത്രം ഫലപ്രദമാകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമയം, ബ്രാഹ്മമുഹൂർത്തത്തിൽ പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. വൈകുന്നേരം സന്ധ്യാസമയത്തും ജപിക്കാം. ദിശ, കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്ന് ജപിക്കുക. ആസനം, നിലത്ത് ഒരു പായയോ വസ്ത്രമോ വിരിച്ച് അതിൽ സുഖമായിരിക്കുക. പത്മാസനമോ സുഖാസനമോ ആകാം. രുദ്രാക്ഷമാല, ജപിക്കാൻ രുദ്രാക്ഷമാല ഉപയോഗിക്കുന്നത് മന്ത്രത്തിന്റെ ഫലം വർദ്ധിപ്പിക്കും. 108 തവണ ജപിക്കുന്നത് ഒരു പൂർണ്ണചക്രമായി കണക്കാക്കുന്നു. ഏകാഗ്രത, ഭഗവാൻ ശിവന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അക്ഷരങ്ങൾ തെറ്റാതെ സാവധാനം ജപിക്കുക. ശ്രദ്ധിക്കുക, മന്ത്രം ജപിക്കുമ്പോൾ ഓം ചേർത്തും ഓം നമഃശിവായ അല്ലാതെയും ജപിക്കാറുണ്ട്. സാധാരണയായി ഗൃഹസ്ഥാശ്രമികൾ ഓം ചേർത്ത് ജപിക്കുന്നതാണ് ആചാരം. ഭഗവാന്റെ ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താം. ഓം നമഃശിവായ.